സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ കാലതാമസം പരിഹരിച്ച് 2 ദിവസത്തിനുള്ളിൽ പ്രചാരണത്തിൽ മുൻപന്തിയിലെത്തുമെന്ന് ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയമില്ലാത്ത നേതാക്കളെയും ബന്ധപ്പെട്ട് പ്രചാരണം കൂടുതൽ ശക്തമാക്കും. മതനിരപേക്ഷതയുടെ ഗവൺമെന്റ് ഭരണത്തിൽ വരാൻ കോൺഗ്രസ് ജയിക്കേണ്ടതുണ്ട് എന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. രാവിലെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബെന്നി ബെഹനാൻ. ഞാൻ എൻ്റെ പ്രചരണം ഇന്നലെ ആരംഭിച്ചു. വളരെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന പ്രതികരണമാണ് എനിക്ക് നിയമമണ്ഡലത്തിൽ ഒരു റൗണ്ട് ഓടിയെത്തിയപ്പോഴും നിയമമണ്ഡലത്തിലെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയമില്ലാത്ത വ്യക്തികളുമായി എനിക്ക് ടെലിഫോണിൽ ബന്ധപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ കിട്ടിയ ഒരു പിന്തുണ നൽകുന്ന ഒരു പ്രോത്സാഹനം വളരെ വലുതാണ്. ചാലക്കുടി ഈ പ്രാവശ്യം ജനാധിപത്യ മുന്നണി വീണ്ടെടുക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് തന്നെ ഇറങ്ങുന്നത്. പരിപാടികൾ ആരംഭിക്കാൻ പോകുന്ന നാളെയാണ് UDFൻ്റെ പാർലമെൻറ്റ് നിയമമണ്ഡലം കൺവെൻഷൻ. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ഒരു കാലതാമസം 2 ദിവസത്തിനുള്ളിൽ പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് മുൻപന്തിയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. എല്ലാവരെയും ഞാൻ ഒരു വട്ടം മണ്ഡലത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തന നേതാക്കന്മാരെ മാത്രമല്ല, രാഷ്ട്രീയമില്ലാത്ത സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് മുൻപന്തിയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. എല്ലാവരെയും ഞാൻ ഒരു വട്ടം മണ്ഡലത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തന നേതാക്കന്മാരെ മാത്രമല്ല, രാഷ്ട്രീയമില്ലാത്ത സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരെ എല്ലാവരും എനിക്ക് ബന്ധപ്പെടാൻ അവസരം കിട്ടി. ടെലിഫോണിലൂടെയും അല്ലാതെയും അവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു പ്രതികരണം വളരെ പ്രോത്സാഹനജനകമാണ്. കാര്യം അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സംസ്ഥാന തലത്തിലുള്ള പശ്ചാത്തലം അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ജനാധിപത്യ മുന്നണിയും അതുപോലെ കേന്ദ്രത്തിൽ മതനിരപേക്ഷ ശക്തികളുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണം, അതിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കണം എന്ന ആഗ്രഹക്കാരാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായും ആ നിയമമണ്ഡലത്തിലുണ്ടാകും. അവരുടെ എല്ലാം അനുഗ്രഹമുണ്ട്, അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ആ അനുഗ്രഹവും പ്രാർത്ഥനയും ഒരു വിലയുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ശരിയാണ്.